നമസ്കാരം. ബംഗളൂരുവിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇന്ന് കേരളത്തിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ത്രിപുരയിലെ അഗർത്തലയിൽ നിന്നും രാത്രി 1 മണിക്കാണ് ഞങ്ങൾ ഇവിടെ വന്നിറങ്ങിയത്. ഇപ്പോൾ രാവിലെ 3 മണിയായി. ഞങ്ങൾ പോകുന്ന ട്രെയിൻ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ഇന്റർസിറ്റി ആണ്. ഈ ട്രെയിൻ ഇപ്പോൾ കുറച്ച് നാളുകളായി പുറപ്പെടുന്നത് KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷൻ അല്ല, SMVT റെയിൽവേ സ്റ്റേഷനാണ്. SMVT റെയിൽവേ സ്റ്റേഷന്റെ ഈ ഭാഗമൊക്കെ കാണുമ്പോൾ പെട്ടെന്നൊരു എയർപോർട്ടിന്റെ ടെർമിനൽ പോലെ തോന്നിക്കും. ഒരുപാട് ആൾക്കാർ അവിടെ കിടന്നുറങ്ങുന്നൊക്കെ ഉണ്ട്. സമയം 3 മണി ആയതല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഐ ലവ് ബംഗളൂരു എന്നുള്ള ഒരു പോയിന്റൊക്കെ ഉണ്ട്. അതായത് ഇവിടെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇവിടെ കുറച്ച് പട്ടിക്കുട്ടന്മാരൊക്കെ ഉണ്ട്. പിന്നെ ടാക്സിയും ഓട്ടോ ഒക്കെ ഇവിടെ ഉണ്ട്. ഐ ലവ് ബംഗളൂരു. നമുക്ക് പോകാനുള്ള ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം ഏതാണെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങളിനിപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ വെയിറ്റ് ചെയ്യാം. കാരണം ഒരുപാട് സമയമുണ്ടല്ലോ. എന്തായാലും 6 മണിയാവും ഇവിടുന്ന് ട്രെയിൻ പുറപ്പെടാൻ. ഇതുവഴിയാണ് എൻട്രി. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ AC, അതായത് എയർ കണ്ടീഷൻ ചെയ്ത ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. അതായത് ഈ AC എന്ന് പറയുന്നത് ഈ കേറിവാടും കാണുന്ന ഒരു ഭാഗമില്ലേ, അവിടെയാണ് AC ഉള്ള ഒരു ഭാഗം. ഇതാണ്. നിലവിൽ ഇപ്പോൾ ഇവിടെ AC ഒന്നുമില്ല, നല്ല ചൂടാണ്. റെയിൽവേ സ്റ്റേഷൻ പണിത ഒരു കുറച്ച് വർഷങ്ങളിൽ മാത്രമാണ് ഇവിടെ നല്ല ആക്റ്റീവായിട്ട് ACയും തണുപ്പൊക്കെ ഉണ്ടായത്. ഇപ്പം അതൊന്നും ഇല്ല. ഇനിയിപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് നേരെ ഇതുവഴിയാണ് കയറി പോവുക. ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് കയറിയേ കറക്റ്റ് 3:03 ഇവിടെ ഉണ്ട് നമുക്ക് എറണാകുളത്തേക്ക് പോകാനുള്ള ട്രെയിൻ. പിന്നെ ഇനി ഇവിടെ ഒരു പഴയ ICF കോച്ചിലെ ഒരു ട്രെയിൻ കാണുന്നില്ലേ, ഇത് ബീഹാറിലെ ദാനാപൂരിലേക്ക് പോകുന്ന ഒരു സ്പെഷ്യൽ ട്രെയിനാണ്. ഇവിടുന്ന് ഒരുപാട് വണ്ടികൾ ബീഹാറിലേക്കും അസാം ഭാഗത്തേക്കൊക്കെ ഉണ്ട്. KSR ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റിന്റെ നമ്പർ 12677. തിരിച്ച് അവിടുന്ന് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 12678. എറണാകുളത്തിന്റെ ഇവിടെ ഫോർട്ട് കൊച്ചിന്റെ ഒരു പടാണുള്ളത്. ഇവിടെ KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷന്റെ ചിത്രവും. അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ഈ ട്രെയിൻ സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ ഇത് എക്സ്പ്രസ് കാറ്റഗറിയിലേക്ക് മാറും. അപ്പം നിലവിലുള്ള നമ്പറൊക്കെ മാറും. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ വരുന്ന നമ്പർ 16378, 16377 എന്ന നമ്പറിലാണ്. ഇപ്പോൾ കോച്ചുകളൊന്നും തന്നെ തുറക്കാനായിട്ടില്ല. നിങ്ങൾ തന്നെ നോക്കിതാ, ഇത്രയല്ലേ സമയമായിട്ടുള്ളൂ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാം. ഇന്റർസിറ്റി എക്സ്പ്രസിന്റെ കോച്ചുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ 4 അൺറിസർവ്ഡ് കോച്ചുകളാണ് ആകെയുള്ളത്. 2 എണ്ണം മുന്നിലും 2 എണ്ണം പുറകിലും. അതോടൊപ്പം തന്നെ 11 സെക്കൻഡ് സിറ്റിംഗ് ഉണ്ട്, 2 ചെയർ കാറ്, ഒരു ലേഡീസ് കോച്ച് ഏറ്റവും പുറകിലാണുള്ളത്. അതുപോലെ തന്നെ പാൻട്രിയും ഉണ്ട്. ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ അൺറിസർവ്ഡിലാണ്. ഏറ്റവും പുറകിൽ പോയിട്ട് കയറാം. ഈ കോച്ചിലാണ് കയറുന്നത്. ഈ ഡോറ് തുറന്നിട്ടില്ല, പക്ഷെ ഈ ഡോറ് തുറന്നു. ആദ്യം കയറുന്നത് ഞങ്ങൾ തന്നെയാണ് ഈ കോച്ചിൽ. നല്ല വൃത്തിയുള്ള കോച്ചാണ്. ഇവിടെയൊക്കെ നല്ല വൃത്തിയുണ്ട്. ഇപ്പം തന്നെ ഈ സൈഡിലല്ല ഇരിക്കേണ്ടത്, ഇവിടുന്ന് ഈ ഭാഗത്തായിട്ടിരിക്കാം. അതായത് ഇവിടെ ഇരിക്കാം. അതാകുമ്പോൾ പിന്നെ വേറെ ആൾക്കാരുടെ ശല്യമൊന്നും ഉണ്ടാവില്ലല്ലോ. ഈ ട്രെയിനിൽ ഞങ്ങൾ അൺറിസർവ്ഡ് എടുക്കാൻ കാരണം വേറൊന്നുമല്ല. ഞങ്ങൾ ത്രിപുരയിലെ അഗർത്തലയിൽ നിന്ന് വരുന്ന ഹംസഫറാണ് ഇവിടെ വന്ന് ഇറങ്ങിയത്. ചൊവ്വാഴ്ച അവിടെ നിന്ന് കയറിയതാണ്. ഇവിടെ വ്യാഴാഴ്ച രാത്രിക്ക് എത്തേണ്ടതാണ്. പക്ഷേ വണ്ടി 5 മണിക്കൂർ ഡിലേ ആയിട്ട് വെള്ളിയാഴ്ച വെളുപ്പിന് 1 മണിക്കാണ് എത്തിയെന്ന് പറഞ്ഞല്ലോ. ആ വണ്ടി എന്നും ഡിലേ ആണ്. ആ ഡിലേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നാട്ടിലേക്കുള്ള എന്താ പറയുക റിസർവേഷൻ ആയിട്ട് ഞങ്ങൾ നേരത്തെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെ എത്തിയിട്ട് എങ്ങനെയെങ്കിലും പോകാൻ തന്നെയാണ് പ്ലാൻ ഉണ്ടായത്. പക്ഷേ മഹാഭാഗ്യം എന്ന് പറയാം, ഞങ്ങളുടെ ഈ ഹംസഫർ ഇറങ്ങിയ ശേഷം ഉണ്ടല്ലോ നേരെ KSR ബംഗളൂരിലേക്ക് രാത്രിക്ക് ഊബറോ ഓരോ എന്തെങ്കിലും ആക്കി നല്ല പൈസ വരുമല്ലോ, അങ്ങനെ ആക്കി പോയിട്ട് അവിടുന്ന് ഈ വണ്ടി കയറാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തോ ഭാഗ്യം, ഈ വണ്ടി ഇവിടുന്ന് പുറപ്പെടുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ഉപകാരമായി. നമ്മളിപ്പോൾ എറണാകുളത്തേക്കാണല്ലോ ടിക്കറ്റ് എടുത്തത്. ഒരാൾക്ക് 205 രൂപയാണ് ആയത്. നല്ല വൃത്തിയുള്ള അൺറിസർവ്ഡ് കോച്ചുകളാണ്. ഇത് 2025 മെയ്ഡ് കോച്ചാണ്. അതുകൊണ്ട് തന്നെ സീറ്റൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. ചാർജിങ് പോയിന്റുകളൊക്കെ ഇതാ ഇവിടെ ഒരുപാട് കാണാം. ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയും കാണാം. വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ വരുന്നതിന് മുന്നേ ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിലോടുന്ന ട്രെയിൻ ഗതിമാൻ എക്സ്പ്രസ് ആയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രെയിന് ഗതിമാൻ എന്നൊരു പേരുണ്ട്. അതായത് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്കും കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്കും വളരെ പെട്ടെന്ന് എത്തുന്ന ഒരു ട്രെയിനാണ്. അതുകൊണ്ട് ഇതിനെ നമ്മുടെ ഒരു റെയിൽ ഫാനിന്റെ ഒക്കെ ഇടയിൽ കേരളത്തിന്റെ ഗതിമാൻ എന്ന പേരിലാണ് വിളിക്കുന്നത്. ലല്ലാഗുഡ ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WAP7 ആണ് ലോക്കോമോട്ടീവ്. എറണാകുളം വരെ ഇത് തന്നെയാണ്. 5:32 ഇപ്പോൾ 6:10 ഇവിടുന്ന് ട്രെയിൻ പുറപ്പെടുക. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകി കുട്ടപ്പനാക്കായിരുന്നു. നല്ല ചെളിയുണ്ട്.
ഇവിടെ ആ ഒരു കപ്ലിംഗ് പരിപാടി നടക്കുകയാണ്. 6:10 എടുക്കേണ്ട ട്രെയിൻ 4 മിനിറ്റ് വൈകി 6:14 എടുത്തത്. നേരം പുലർന്നു വരികയാണ്. അതുപോലെ ഇപ്പോഴും ഇവിടെ നല്ല തണുപ്പാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് ബയ്യപ്പനഹള്ളി. SMVT റെയിൽവേ സ്റ്റേഷൻ അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. ഒരുപാട് സൗകര്യങ്ങളുണ്ട്, എല്ലാം കൊണ്ട് അടിപൊളിയാണ്. നമ്മൾ ഏറ്റവും പുറകിൽ കയറാനൊരു റീസണാണ്. എന്താ അറിയോ, ധർമ്മപുരി സൈഡിലെത്തുമ്പോൾ ശരിക്കും മനസ്സിലായിക്കോളും. ഈ ട്രെയിൻ ഇങ്ങനെ മുഴുവനും വളഞ്ഞു പോകുന്നത് നമുക്ക് വ്യക്തമായി കാണാം. അത് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. SMVT ബംഗളൂരു റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് നിന്ന് ബയ്യപ്പനഹള്ളി ഭാഗത്തേക്ക് പോകുമ്പോൾ വലിയ വളവാണ്. ബയ്യപ്പനഹള്ളി. ഇനിയിപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം ആൾക്കാരൊക്കെ കയറാനുണ്ട്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. ഓവർടേക്കിംഗ് ആണ്. ശതാബ്ദി ബാംഗ്ലൂർ ചെന്നൈ. നമ്മുടെ തൊട്ട് പുറകിൽ തന്നെയാണ് ഗാർഡുള്ള കോച്ചുള്ളത്. ഈ ശതാബ്ദിയിൽ അനുഭൂതി ക്ലാസ് ഉണ്ട്. അത് K1 ആണ്. എക്സിക്യൂട്ടീവ് ക്ലാസ്സിനെക്കാട്ടി കുറച്ചും കൂടെ ഒരു സൗകര്യങ്ങളുള്ള മറ്റൊരു ക്ലാസ്. ട്രെയിൻ ഇപ്പോൾ ആനക്കൽ റോഡ് എന്ന സ്റ്റേഷനിലേക്ക് എത്തിയ ഈ റെയിൽവേ സ്റ്റേഷനും ഈ ട്രെയിനും തമ്മിലൊരു ബന്ധമുണ്ട്. അതായത് 2015 ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ ഇൻ്റർസിറ്റി ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. 10 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. അതൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഇതൊരു പാസഞ്ചറാണ്. നല്ല തണുപ്പുള്ള സമയത്ത് ഓരോ ഗ്ലാസ് ചൂട് ചായ. തമിഴ്നാട്ടിലേക്ക് എത്തി. ഹൊസൂർ പട്ടണത്തിൻ്റെ ചെറിയൊരു ഭാഗങ്ങളാണ് ഇവിടെ കാണുന്നത്. സ്റ്റേഷനിലേക്ക് 1 കിലോമീറ്റർ ഇല്ലേ. രാവിലെ ആദ്യം ഷർട്ട് മാത്രം ഇട്ട് തുടങ്ങിയ നവിയാണ്. പിന്നെ അതൊക്കെ മാറ്റി ഇപ്പൊ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടില്ലേ അല്ലേ. സഹിക്കാൻ പറ്റണ്ടേ, ഭയങ്കര തണുപ്പ്. ഹൊസൂർ. ഇവിടെ മറ്റൊരു ട്രെയിനിൽ കൂടെ കാണാം. ഇതൊരു റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. ഹൊസൂരിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കയറാനുണ്ടായിരുന്നേ. ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ വലിയൊരു വളവുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പകർത്തിയതാണ്. ഇന്നൊരു ചെറിയ ഡൗട്ടുണ്ട്. ഈ ഒരു മൂടൽമഞ്ഞ് കാരണം നല്ലൊരു വിഷ്വൽ കിട്ടുമോയെന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് ആ വലിയ വളവ്. ലോക്കോമോട്ടീവ് അങ്ങ് അവിടെ കാണാം. അതാണ്ടാ. മലനിരകളാണ് ഇവിടെ മുഴുവൻ.
ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണിത്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. അടുത്തത് ഇനി സേലം. 2 വട കൂടി വാങ്ങിച്ചിരിക്കുകയാണ്. വടയുണ്ട്, അതിനോടൊപ്പം തന്നെ ചട്നിയുണ്ട്. ഈ ഒരു പ്ലേറ്റിന് 30 രൂപയാണ്. ധർമ്മപുരിയിൽ നിന്ന് സേലത്തേക്ക് പോകുന്ന റൂട്ടും അടിപൊളിയാണ്. ട്രെയിനും മലയും ഒരൊറ്റ ഫ്രെയിമിൽ. ഈ മലയും താണ്ടി വേണം പോവാൻ. നല്ല പച്ചപ്പാണത്, അതാണ് എടുത്തു പറയേണ്ടത്. അങ്ങ് അവിടെ കൃഷിപ്പാടൊക്കെ കാണാം. ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ഇത് ചെറിയൊരു ഗ്രാമമാണ്. വലിയൊരു മലയുടെ താഴ്വാരത്ത്. ഈ കാണുന്ന ലൈനില്ലേ, ഇത് മേട്ടൂർ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. ഓമലൂർ ജംഗ്ഷൻ, അതായത് ഇപ്പോൾ ധർമ്മപുരി ഭാഗത്ത് നിന്ന് വന്ന ലൈനില്ലേ, അതും മേട്ടൂർ ഭാഗത്തു നിന്നുള്ള ലൈനും. ഇനിയിപ്പോൾ പോകുന്ന സേലം ലൈനും. ഇവിടെ ഒരു വന്ദേ ഭാരത് ഉണ്ട്. ഈ വണ്ടി വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഇത് കോയമ്പത്തൂർ ബംഗളൂരു വന്ദേ ഭാരത് ആകാനാണ് സാധ്യത. ഇവിടെ ഒരുപാട് നേരമായി എന്നിട്ട്. ജോളാർപേട്ട ഭാഗത്ത് നിന്ന് വരുന്ന ലൈനാണിത്. ട്രെയിൻ ഇപ്പോൾ സേലം ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. വെസ്റ്റ് കോസ്റ്റ് മംഗളൂരു MGR ചെന്നൈ സെൻട്രൽ. കാവേരി റിവർ. പതിനൊന്ന് 25 ട്രെയിൻ ഇപ്പോൾ ഈറോഡ് ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. സ്റ്റേഷൻ്റെ കോഡ് ED എന്നാണ്. ഈറോഡ് ഈ ട്രെയിന് 10 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ അൺറിസർവ്ഡിൽ പിന്നെയും സുഖമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഇതിൻ്റെ റിസർവേഷൻ കോച്ചായ സെക്കൻഡ് സീറ്റിംഗ് ഇല്ല, അതായത് D1 D2, അതിൽ ലോങ് യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ അങ്ങനെയാണ്. എറണാകുളം എത്തിയതിനു ശേഷം അതിൻ്റെ ഒരു കാര്യമൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഈ ട്രെയിനിൻ്റെ അടുത്ത് സ്റ്റോപ്പ് ഉള്ളത് തിരുപ്പൂർ, കോയമ്പത്തൂർ അങ്ങനെയാണ്. 1 മണിക്കൂർ യാത്ര തന്നെയാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് മൊത്തം വരുന്നത്. ഇവിടെ ദിബ്രുഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ് വന്നത് കാണാം.
ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന ട്രെയിൻ. പന്ത്രണ്ട് 17 ട്രെയിൻ ഇപ്പോൾ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയേ. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ 2 പ്ലാറ്റ്ഫോമുകളെ ആകെ ഉള്ളൂ. ഇവിടെ ഒരുപാട് പേരെ കാണുന്നില്ല. ഇപ്പോൾ എറണാകുളം ടാറ്റാ നഗർ എക്സ്പ്രസ് വരാനുണ്ട്, അതിന് കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണത്. തിരുപ്പൂരിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ നാട്ടിലേക്കുള്ള ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഹോൾസെയിലിൽ ഡ്രസ്സൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അത് ഇവിടെ മാത്രമല്ല, നേരത്തെ കഴിഞ്ഞ ഈറോഡിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ പണിയെടുക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും ജാർഖണ്ഡ് സംസ്ഥാനത്ത് നിന്നുള്ളവരാണ്. കൂടുതലും പെൺകുട്ടികളാണ്. ഒരു 18 വയസ്സിന് മുകളിലേക്ക്, അതായത് ഒരു 25 വയസ്സിന് ഇടയിലുള്ള ഒരുപാട് പേരുണ്ട്. അവർ കൂടുതലും ജാർഖണ്ഡിലേക്കുള്ള നമ്മുടെ ധൻബാദ് എക്സ്പ്രസ്, അതുപോലെ തന്നെ ടാറ്റാ നഗർ, അതിനൊക്കെയാണ് കയറി പോവുക. ട്രെയിൻ ഇപ്പോൾ കോയമ്പത്തൂർ എത്താനായി, തിരുപ്പൂർ കഴിഞ്ഞു. എറണാകുളം ബംഗളൂരു ഇൻ്റർസിറ്റി കോയമ്പത്തൂർ വെച്ചിട്ടാണ് രണ്ടുപേരും മുഖാമുഖം കാണുക. ഇത് രാത്രിന് ഒരു 9 മണിയൊക്കെ ആകുമ്പം ബംഗളൂരിലെത്തും. കേരളത്തിൽ നിന്നിപ്പോൾ പകല് പോകാൻ പറ്റിയ നല്ലൊരു ട്രെയിനാണ്. വന്ദേ ഭാരതും ഉണ്ട്. ഈ 2 ട്രെയിനുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് 4 ട്രെയിൻ ഇപ്പോൾ കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ 3 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇനി ഇവിടുന്ന് കയറാനുള്ള ആൾക്കാരെയാണ് ഈ കാണുന്നത്. വെൽക്കം ടു പാലക്കാട് ഡിവിഷൻ. സേലം ഡിവിഷനിൽ ഇതാ ഇറങ്ങുകയാണ്. മധുക്കര റെയിൽവേ സ്റ്റേഷനിലെത്തിയേ. ഇനി ഇവിടെ ഒരു വലിയൊരു മലയുണ്ട്. ആ മലയുടെ മുകളിൽ ഒരു ക്ഷേത്രം കാണാം. സ്റ്റേഷൻ്റെ ഈ ഭാഗത്തു നിന്ന് നോക്കിയാൽ തന്നെ നമുക്കത് കാണാനായി സാധിക്കും. അവിടത്തേക്ക് കയറിപ്പോകാനുള്ള ആ ഒരു സ്റ്റെപ്പുകളും, മലയുടെ ഏറ്റവും മുകളിലാണ് ക്ഷേത്രം. ആ വഴി തന്നെ കാണാൻ നല്ല രസമാണ്. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ കാണുന്ന മലനിരകൾ തന്നെയാണ്. മഴക്കാലത്ത് വരണം ഇതിലൂടെ, നല്ല ഭംഗിയാണ് കാണാൻ. ഒരുപാട് ദൂരെയാണ് ആ ഒരു വലിയ മല. ഇനി മലകൾ താണ്ടി വേണം പാലക്കാട് എത്താൻ, അതായത് കേരളത്തിലേക്ക് എത്താൻ. ഇപ്പം നമ്മൾ കേരളത്തിലേക്ക് കയറും. ഇവിടെ കാണാം വെൽക്കം ടു കേരള എന്നുള്ളൊരു ബോർഡ്. തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ കേരളത്തിൽ കാണുന്ന ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ വാളയാർ. കേരളത്തിൽ നിന്ന് ബീഹാറിലേക്ക് പോകുന്ന ഒരു ട്രെയിനാണ് ഈ വരുന്നത്. എറണാകുളം ബറൗണി റാപ്തി സാഗർ എക്സ്പ്രസ്. ഈ ട്രെയിനിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്, എറണാകുളത്ത് നിന്ന് ബറൗണി വരെ. 3rd AC. രണ്ട് 7 ട്രെയിൻ ഇപ്പോൾ പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തൂത്തുക്കുടിയിലേക്ക് പോകുന്ന പാലരുവി എക്സ്പ്രസിനെ കാണാം. മറ്റൊരു ട്രെയിൻ ഇവിടത്തേക്ക് വരുന്നുണ്ട്. ശബരി
തിരുവനന്തപുരം സിക്കന്ദരാബാദ്. പാലക്കാട് നിന്ന് മീൻകറി ഊണ് വാങ്ങിച്ചേ. മീൻകറി ഇവിടെ കാണാം, തൈര് ഇവിടെ കാണാം, അതുപോലെ തന്നെ ഇത് തുറക്കുവാണെങ്കിൽ ഒരു വലിയൊരു മീൻ ഫ്രൈ കാണാം, ഒരു അച്ചാറുണ്ട്, ഒരു തോരനും ഉണ്ട്. പാലക്കാട് ഭാഗത്ത് നിന്ന് ഷൊർണൂർ ഭാഗത്തേക്കുള്ള ലൈനാണ് ഈ കാണുന്നത്. നമ്മൾ നേരെ വടക്കാഞ്ചേരി ഭാഗത്തേക്ക്. അങ്ങ് അവിടെയാണ് ഷൊർണൂർ ജംഗ്ഷൻ. ഷൊർണൂർ ഭാഗത്ത് നിന്ന് വടക്കാഞ്ചേരി, അതായത് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ലൈനാണ് ഇന്നിവിടെ. ഭാരതപ്പുഴ. മൂന്നേ 32 ട്രെയിനിപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. തൃശ്ശൂർ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ പോകുന്നത്. ഇവിടെ ഇപ്പം നേത്രാവതി വരാനുണ്ട്, അതിന് കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണിത്. അന്തസ്സുകളിൽ കയറാനുള്ള തിരക്ക് നോക്കിയേ. നാല് 32 ആലുവയിൽ ട്രെയിൻ എടുത്തു. ഹൈ കപ്പാസിറ്റി പാഴ്സൽ വാൻ. ഇതിൻ്റെ അകത്ത് പുതിയ കാറുകളൊക്കെയാണ് ഉണ്ടാവുക. അടുത്ത് തന്നെയാണ് എറണാകുളം ജംഗ്ഷൻ, എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ്. അമ്പാരിയൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ പുത്തൻ വണ്ടികൾ ഇതാ. ഇവിടെ ബംഗളൂരുവിൽ നിന്നും 583 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിനിൽ ഇതാ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ ഇതാ എത്തിയത്. ഈ ഇന്റർസിറ്റി ഉണ്ടല്ലോ, കുറച്ച് വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറ്റപ്പാലത്ത് വെച്ച് കേരളനെ ഓവർടേക്ക് ചെയ്തു, അതുപോലെ തന്നെ അങ്കമാലി വെച്ചിട്ട് ബേണാടിനെ ഓവർടേക്ക് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ജനറൽ ക്ലാസ്സിലെത്തി ഒരു സീറ്റിംഗ് പൊസിഷനും. നമുക്ക് നേരെ സെക്കൻഡ് സീറ്റിങ്ങിന്റെ ഭാഗത്തേക്ക് പോയി നോക്കാം. സെക്കൻഡ് സീറ്റിലേക്ക് പോയിട്ട് അവിടുത്തെ ഒരു അറേഞ്ച്മെൻറ്റും കൂടെ നോക്കിയിട്ട് വരാം. സെക്കൻഡ് സീറ്റിങ്ങിലെ കോച്ചുകളുടെ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെയാണ്. അതായത് ഫേസ് ടു ഫേസ് ഇതിങ്ങനെ നോക്കിയിരിക്കണം. മാത്രമല്ല ദീർഘദൂര യാത്രക്ക് ഈ ഒരു സീറ്റിന്റെ പൊസിഷൻ അത്ര നല്ലതല്ല അല്ലേ. കാല് വെക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ നടുവിന്റെ ഒരു വിഷയം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഫുഡ് വെക്കാൻ സ്ഥലമില്ല, സെക്കൻഡ് സീറ്റിംഗ് ആണല്ലോ. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഫേസ് ടു ഫേസ് ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതാണ് മെയിൻ പ്രശ്നം. ഞങ്ങൾക്ക് എന്തോ ഈ ഒരു സീറ്റിംഗ് പൊസിഷനോട് തീരെ താല്പര്യമില്ല. ഇപ്പം നേരെ പുറത്തേക്ക് ഇറങ്ങാം. എന്തൊരു തിരക്കാണെന്ന് നോക്കിയേ. ഇവിടെ ഇപ്പം ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് വരാനുണ്ട്, അതിന്റെ തിരക്കാണ് ഈ കാണുന്നത്. ഇന്ന് വെളുപ്പിനെ തുടങ്ങിയ യാത്രയാണ്. അങ്ങനെയല്ല, ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഉറക്കമേ ഇല്ല. അതായത് അഗർത്തലയിൽ നിന്നുള്ള ഹംസഫറിൽ അവിടെ എത്തി അപ്പം തന്നെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഞങ്ങൾ ഇവിടുന്ന് ട്രെയിൻ കയറി ഞങ്ങളുടെ നാട്ടിലേക്ക് പോകും. ഇനി അടുത്ത വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന 3ാമത്തെ ട്രെയിനായ ഹിമസാഗർ എക്സ്പ്രസിൽ കയറി ഞങ്ങൾ നേരെ കാശ്മീരിലേക്ക് പോവുകയാണ്. കാശ്മീരിലത്തെ വീഡിയോകളാണ് അടുത്ത ദിവസം മുതൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക്
മറ്റു വീഡിയോ മേറ്റസിനോടൊന്നിലേക്കും ബൈ. ബൈ.